എന്റെ മുമ്പിലിരിക്കുന്ന കുപ്പിയിലെ വെള്ളത്തിന്റെ കളർ ശരിക്കും ഒന്ന് നോക്കിക്കോട്ടെ. നല്ല പച്ച വെള്ളല്ലേ, പക്ഷേ നമ്മള് 2 തട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ ഇവന്റെ കളർ മാറി തന്നെ ഉണ്ടാ, നല്ല അടിപൊളി നീല കളറായിട്ടുണ്ട്. എന്റെ തലകർക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഇതെന്താ സംഭവം? ഇനിയിപ്പോ നമ്മള് ജസ്റ്റ് ഒന്നുകൂടി കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നില്ലേ അവൻ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അപ്പോഴേക്ക് നോക്കിയേ വെള്ള കളറായി പോയിട്ടുണ്ട്. ഇതെന്താ സംഭവം? മാജിക്കാണോ? നമ്മുടെ ബ്ലൂ ബോട്ടിൽ മാജിക് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്ത് നോക്കാൻ പോവാണ്, എങ്ങനെയാണ് ആ കെമിക്കൽ ഉണ്ടാക്കി എടുക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതാ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാ. എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് 3 കെമിക്കലാണ് വേണ്ടത്. 3 എണ്ണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് മെത്തലിൻ ബ്ലൂ ആൽക്കലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഗ്ലൂക്കോസ്, അപ്പോൾ മെത്തലൈൻ ബ്ലൂ ആൽക്കലൈൻ, അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ ഗ്ലൂക്കോസ്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഈ ഒരു കുപ്പിയിലാണ് നമ്മുടെ ബ്ലൂ ബോട്ടിൽ മാജിക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു പകുതിയോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളം വീഞ്ഞാക്കി മാറ്റിയല്ലോ, എന്തുകൊണ്ട് സർവത്താക്കി മാറ്റിയില്ല? ഇത് ഞാൻ അതിൽ നോക്കി വെച്ചില്ലെങ്കിൽ എന്റെ കോൺസെൻട്രേഷൻ പോകും. അതിന് ഞാൻ വേറെ ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ഓക്കെ, നമുക്ക് വെള്ളം ഇത്ര മതിയാവും. ഇനി നമ്മുടെ ഗ്ലൂക്കോസ് എടുക്കാം. ഗ്ലൂക്കോസിന്റെ ചെപ്പ് എടുത്തിട്ട് അത് തുറന്നിട്ട് കുറച്ച് ഗ്ലൂക്കോസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്റെ മുകളിൽ വേറൊരു അടപ്പുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാൻ പറ്റും. കണ്ട എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. ഇനി നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് പെല്ലറ്റുകൾ എടുക്കുക. ഇത് നമ്മൾ നേരിട്ട് ഇടല്ല ചെയ്യുന്നത്. നമ്മളൊരു ബീക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെല്ലറ്റ് ഇട്ട് കൊടുക്കാം. 4 ഡ്രോപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുപ്പിയുടെ അടപ്പെടുക്കുക, നേരെ നമ്മുടെ കുപ്പി അടച്ചു കൊടുക്കുക. നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ ബോട്ടിൽ മാജിക് എക്സ്പെരിമെന്റിനുള്ള സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ മച്ചാമാരെ? ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന കുപ്പിയുടെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നല്ല വെള്ള കളർ, നല്ല ക്ലിയർ വെള്ളമാണ്. പക്ഷേ ഇപ്പൊ ഈ കുപ്പിയുടെ കളർ നോക്കിയേ. അപ്പോ നമ്മൾ മാജിക് ചെയ്ത് പിന്നെയും പഴയ രീതിയിലേക്ക് ആക്കാൻ പോവാണ്. അപ്പൊ കൗണ്ട് ഡൗൺ ചെയ്തോ. 1 2 3 4 5 6 7 8 9 10. പത്തെണ്ണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുപ്പിയിലെ വെള്ളം പിന്നെയും തിരിച്ച് വെള്ള കളർ തന്നെയൊക്കെയാണ്. വെള്ളമല്ല, കളറില്ലാത്ത ഫോർമാറ്റ് ആയിക്കാണ്. വിട്ട് കളയരുത്. ഇങ്ങനെ ചേർത്ത് പിടിച്ചു ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എങ്ങനെയുണ്ട്? ഒന്ന് പോന്നേ.